ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകും നമ്മുടെ ഐഫോൺസിനും പിക്സൽസിനും സാംസങ്ങിനൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 20,000 രൂപയുടെ 20,000 mAh ഒരു പവർ ബാങ്ക് ആണ്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു 1,500 താഴെ വരുന്ന ഒരു പവർ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയട്ടെ. സ്റ്റഫ് കൂളിന്റെ നമ്മുടെ എന്താ പറയാ മേജർ പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു മോഡൽ നെയിം വരുന്ന ഒരു സംഭവമാണ്. ഇതിന് 1,500 താഴെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് 22.5 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ അത് ഫുള്ള് പറയാം. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ അതിന്റെ പടം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഓൾമോസ്റ്റ് 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഐഫോൺസിലും പിക്സൽസിലും ഒക്കെ നോക്കി സാംസങ്ങിലൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പടം കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് എന്ന് തന്നെ പറയാം. 20,000 mAh പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വെയിറ്റ് പ്രതീക്ഷിക്കുമല്ലോ. പക്ഷെ അത്രയ്ക്ക് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതിന്റെ സൈഡിലായിട്ട് അതിന്റെ മോഡൽ നെയിമും അതിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ സെയിം ഈ സൈഡിൽ തന്നെ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഔട്ട്പുട്ട് കറണ്ടും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് MRP കൊടുത്തേക്കുന്നത് 3,300 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് ഒരു 20 വാട്ട് PD ചാർജിങ് ടൈപ്പ് C സപ്പോർട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 22.5 വാട്ട് ക്വിക്ക് ചാർജ് സപ്പോർട്ട് നമുക്ക് ടൈപ്പ് എയിലും വരുന്നുണ്ട്. 2 ടൈപ്പ് എയും ഒരു ടൈപ്പ് സി ആണ് വരുന്നത് അതിൽ. നമുക്കിതിൽ ക്വിക്ക് ചാർജ് ആയിട്ടുള്ള PD, AFC, FCP, SCP കോമ്പാറ്റബിൾ ഒക്കെ നമുക്ക് കോമ്പാറ്റബിൾ ആണ്. പിന്നെ ഐഫോൺസ് ഒക്കെ 50% ചാർജ് 30 മിനിറ്റിൽ തന്നെ ആവുന്നതിൽ പറഞ്ഞിട്ടുണ്ട് ഇവര്. പിന്നെ സ്ലിം ആൻഡ് സ്റ്റൈലിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BI സർട്ടിഫൈഡ് ആണ്. LED ഇൻഡിക്കേറ്റർ ഉണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള കൺട്രോൾ സർക്യൂട്ട് വിത്ത് പ്രൊട്ടക്ഷൻ ഫോർ ഓവർ കറന്റ്, ഓവർ പവർ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവര്. അപ്പൊ അത്രയ്ക്കുള്ളൂ ബോക്സിൽ നമുക്ക് ഒരു ഇതല്ലാണ്ട് നമുക്ക് പവർ ബാങ്ക് അല്ലാണ്ട് ഒരു യൂസർ ഗൈഡ് സംഭവം വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ചുമ്മാ കാണിച്ചെടുത്താണ് അതിന്റെ ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിലില്ല. അപ്പൊ ഞാൻ പവർ ബാങ്ക് എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പവർ ബാങ്ക് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കൂടെ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് അതിന്റെ ബ്രാൻഡിങ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അതിന്റെ കുറച്ച് സർട്ടിഫിക്കേഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഈ സൈഡിലായിട്ട് ടൈപ്പ് എ 2 ടൈപ്പ് എയും ഒരു ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ മൈക്രോ USB പോർട്ടും വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കൊരു മൈക്രോ USB പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മൈക്രോ USB പോർട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈസ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിന്റെ കറണ്ട് കണ്ടു നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ എൻ്റെ നമ്മുടെ പോർട്രോണിക്സിന്റെ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. നമുക്ക് ഇതിൽ നമ്മുടെ വാട്ടേജിന്റെ ടെമ്പറേച്ചർ നമുക്ക് വാട്ടേജ് അറിയാൻ പറ്റുന്ന എത്ര വാട്ടിൽ ചാർജ് ആവണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് C കേബിളാണിത്. അപ്പോൾ ഞാൻ ഇതിവിടെ കുത്തി. അപ്പോൾ ഈ എൻഡിലാണ് നമുക്കിത് കാണിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക നമ്മുടെ ഐഫോണിൽ ഞാൻ കുത്തി കാണിച്ചു തരാം. എന്താ എത്ര ചാർജ് എടുക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 വാട്ട് 5 വാട്ടൊക്കെ എടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഇപ്പോൾ ചാർജ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഞാൻ 80% ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് ബാറ്ററി. അപ്പോൾ നമുക്കത് പുതിയ ഫീച്ചർ iPhone 15 ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 79% ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ ചാർജ് എടുക്കാത്തത് കേട്ടോ. ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 10 വാട്ട് 9 വാട്ടൊക്കെ എടുക്കുന്നുള്ളൂ. ശരിക്കും മാക്സിമം 20 വാട്ട് എടുക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്ത സാധനം. അപ്പോൾ 20 വാട്ട് എടുക്കാറുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ടാബ് ഞാൻ കാണിച്ചുതരാം. സാംസങ്ങിന്റെ ടാബും നമുക്ക് ഇത് വെച്ചൊന്ന് ചാർജ് ചെയ്ത് ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ സാംസങ്ങിന്റെ S9 FE എന്ന് പറഞ്ഞ ടാബാണിത്. അപ്പൊ നമുക്കിതിൽ കുത്തി നോക്കാം. ഇതാ 20 വാട്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. 20 വാട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് 20 വാട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ പിക്സലിലായാലും കറക്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പിക്സലും ഒന്ന് ചാർജിങ് കുത്തി നോക്കി നോക്കാം. അപ്പൊ ഇത് പിക്സൽ നമുക്ക് കിട്ടാത്തെന്താ, ഇതിലും നമുക്ക് അത്യാവശ്യം ഇതിപ്പോഴും ഫുൾ ചാർജ് വരുന്നുണ്ട്. എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 6 വാട്ടൊക്കെ എടുക്കുന്നുള്ളതുകൊണ്ട് 6 വാട്ട് 5 വാട്ട് ഓൾറെഡി ചാർജറാണ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ചാർജർ. അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിത് ഇപ്പോൾ ഡെയിലി ഞാൻ നമ്മുടെ എന്താ പറയുക അഡാപ്റ്റർ വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം ഈ പവർ ബാങ്ക് വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ് സ്പീക്കറിന്റെ പവർ ബാങ്ക് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇപ്പോൾ ഡെയിലി കുത്തിയിട്ട് പോകണ്ടല്ലോ. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അടുത്ത് വെച്ച് തന്നെ ചാർജ് ചെയ്യാം. പക്ഷെ ലോക്കൽ പവർ ബാങ്ക്സ് ഒന്നും ഉപയോഗിക്കരുത്. ഞാൻ ആംബ്രൈൻ ഒന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ആംബ്രൈൻ ഉണ്ട്. അതിന് മുമ്പ് പണ്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ വയർലെസ് ചാർജിങ്ങൊക്കെയുള്ള ആംബ്രൈൻ ആണ്. ഇവിടെയൊക്കെ ഉണ്ട് സാധനം. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷെ അത് ഞാൻ വയർ കുത്തിയിട്ട് യൂസ് ചെയ്യാറില്ല. ആംബ്രൈൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. കുറേയൊക്കെ അവർ റീബ്രാൻഡ് ചൈനീസ് സാധനങ്ങളൊക്കെ റീബ്രാൻഡ് ചെയ്തിറക്കുന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഐഫോൺസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കറിന് അതുപോലെ തന്നെ ബെൽക്കിൻ
അതൊക്കെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ അത്യാവശ്യം സ്റ്റഫ് കൂളും വലിയ കുഴപ്പമില്ലാത്തതാണ്. BI സർട്ടിഫൈഡ് ഇന്ത്യൻ ബ്രാൻഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് സ്റ്റഫ് കൂൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെറുതെ വേണമെങ്കിൽ നോക്കാം. 20,000 mAh അത്യാവശ്യം നല്ല ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പവർ ബാങ്ക് തന്നെയാണ്. ഇതാണ് തടി വരുന്നുണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് agency.banksupport.in കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത് കൂടെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ നമ്മുടെ റെഫർ ലിങ്ക് ത്രൂ തന്നെ സെറ്റാപ്പിന്റെ റെഫർ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കിട്ടാം. അപ്പോൾ നമുക്ക് അടുത്ത കാണാം. ബൈ.